ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പമോ അല്ല, സത്യത്തിനൊപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാൻ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 സ്ത്രീകളും കൊടുത്തിരിക്കുന്ന കേസ് അങ്ങോട്ട് തെളിയട്ടെ. തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദാ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവനെ ഞാൻ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറാം. പക്ഷേ അതുവരെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റുകാരനാണെന്ന് പറയുന്നോടം വരെയും അയാളെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് വലിച്ചു കീറാൻ ഞാൻ നിൽക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നേ, സമ്മതിക്കണോ എൻ്റെ പ്രിയപ്പെട്ട മാപ്രകളെ നിങ്ങളെ. എന്താണെങ്കിലും ഈ ക്യാമറയും ഇതും കൊണ്ടൊക്കെ ഈ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന വിഷ്വൽസ് ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമേ ഓർമ്മ വന്നത് ഉമ്മൻചാണ്ടി. ഒരിക്കലും താരതമ്യം ചെയ്യല്ലേ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉമ്മൻചാണ്ടി സാറിനെയും കൂടെ. പക്ഷേ ഇന്ന് എനിക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു നിമിഷം ഓർമ്മ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാർട്ടിക്കുപരി, പാർട്ടി എന്ന് പറയുന്ന സാധനം വിടൂ, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും എല്ലാവർക്കും, ഈ 2 പാർട്ടിയും സ്നേഹിക്കുന്ന ആളുകൾക്ക് പോലും പാർട്ടി നോക്കാതെ നമ്മളെല്ലാവരും സ്നേഹിച്ച ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഈ സരിതയുടെ കേസ് വന്നപ്പോൾ കല്ല് വലിച്ച് നല്ല കനത്തിലായിരുന്നു പുള്ളിയുടെ നേരെ എറിഞ്ഞുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ? പൊട്ടിച്ചോരയൊക്കെ. അവസാനം എന്തായി? അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ കേസും പരിപാടിയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ പിണുമാമൻ്റെ പല ഊടായ്പകളും, പിണുമാമൻ്റെ മോളുടെ മറ്റേ കോടികൾ മുക്കിയ അതൊക്കെ എവിടെ? കോടതിയിൽ എത്തിയിട്ടുണ്ട്. കോടതി എന്താ ആ കേസൊന്നും ഇപ്പം എടുക്കാത്തത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലുള്ള എന്തോരം കാര്യങ്ങൾ ദാ തീരാൻ പോവാ. പിണുമാമൻ്റെ മറ്റേ പരിപ്പീര്, മനസ്സിലായോ? പഞ്ചായത്ത് പോയി ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറണ്ടേ? ഈ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും അങ്ങോട്ട് ഹൈപ്പ് കയറും ഇല്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടം പുള്ളി നല്ല രീതിയിൽ പിണുമാമനിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിച്ച് നോക്കിക്കേ. പാർട്ടിയെ മാറ്റി നിർത്തി ഈ നാട്ടിൽ നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അല്ലേ? എവിടെ പിണുമാമൻ്റെ ഭാഗത്ത് നിൽക്കുന്ന കേസുകളൊക്കെ എവിടെ? മോള് മുക്കിയ കേസൊക്കെ എവിടെ? അതൊന്നുമില്ല. ശബരിമല വിട്ടു പോട്ടെ, അത് 2 ദിവസം മുമ്പ് അത് നല്ല രീതിയിൽ കത്തിക്കേറി എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി പെടും എന്ന് മനസ്സിലാക്കിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത കേസും എത്തി. ഇനി 2-3 ദിവസങ്ങൾ മാപ്രകൾ ഇതിൻ്റെ പുറകെ അങ്ങോട്ട് ഓടുമല്ലോ അല്ലേ? അല്ല, ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക് കേട്ടോ, ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. എന്ന് വെച്ചിട്ട് രാഹുൽ മറ്റേ നല്ലവനായ ഉണ്ണിയാണെന്നല്ല ഞാൻ പറയുന്നത്. തെളിയട്ടെ. തെളിഞ്ഞു കഴിയുമ്പോൾ നല്ല കനത്തിലുള്ള കല്ല് ഞാനും വേണമെങ്കിൽ വലിച്ചെറിയാം. പക്ഷെ അതുവരെ വെറുതെ എനിക്ക് അങ്ങോട്ട് എറിയാൻ തോന്നുന്നില്ലടേ, തോന്നുന്നില്ല. ഇന്ന് മാധ്യമങ്ങളുടെ കാട്ടായം ഓടി നടന്ന് എൻ്റെ പൊന്നെ. കുറച്ച് മുമ്പ് ഞാനൊരു ചാനലിലൊരു വാർത്ത കണ്ടേ. ഇതൊക്കെ പിന്നെ ഇച്ചിരി മാന്യതയുണ്ട്. ചില ചാനലുണ്ട്, നിങ്ങൾക്കറിയാം, ആ ചാനലിൻ്റെ പേര് ഞാൻ പറയുന്നേ ഇല്ല. എൻ്റെ പൊന്നെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ആളുകൾ പറയുമായിരുന്നു, എന്തിനാ മെയിൻ സ്ട്രീം ചാനലുകൾ തന്നെ പറയുമായിരുന്നു, സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്, കോടതിയല്ല ഇന്നൊന്നും തീരുമാനിക്കുന്നതെന്ന്. എല്ലാം സോഷ്യൽ മീഡിയയിൽ കുറേ, പ്രത്യേകിച്ച് നമ്മളൊക്കെ റിയാക്ഷൻ ചാനലുകാർ, അവരാണ് തീരുമാനിക്കുന്നത്. ഈ കേസൊന്നും നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആരാ തീരുമാനിക്കുന്നത്? കോടതിയാണോ തീരുമാനിക്കുന്നത്? അല്ല, മപ്രകൾ, മാധ്യമങ്ങൾ, ചില ചാനൽ അങ്ങോട്ട് ഇരുന്നങ്ങോട്ട് അവരാധിച്ച് വിടുവോ? എന്തൊക്കെയാണ് അടിച്ചു വിടുന്നത് എനിക്കറിയാൻ പാടില്ല. കുറച്ച് മുമ്പ് ഞാൻ കണ്ട വാർത്ത, അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു വിഷ്വലാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ മാധ്യമപ്രവർത്തകൻ പുറകിൽ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി വന്നപ്പോഴത്തേക്ക് അയാൾ കോൺഗ്രസ്സുകാരനാണ്, നാണമില്ലേ കോൺഗ്രസ്സുകാരി നിനക്ക് എന്നൊക്കെ ചോദിച്ചൂടെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എടേ കോടതി പറയട്ടെ അവൻ തെറ്റുകാരനാന്ന്, കീറാം നമുക്ക് അവനെ, മനസ്സിലായോ? അതിന് മുമ്പ് അങ്ങോട്ട് ചാടിക്കിത്തി ഇറങ്ങാതെ. അങ്ങനെ ഇറങ്ങിയിട്ട് അവസാനം നമുക്ക് തന്നെ ഒരു ഷെയിം തോന്നും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഇന്നൊരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ അങ്ങ് തീർക്കുക. ആ മൂടാ. വെയിറ്റ് ചെയ്യ്, തെളിയട്ടെ, കോടതിയല്ലേ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. രാഹുൽ ഈ വാഹനത്തിലാണ് ഉള്ളത്. രാഹുൽ വളരെ ചിരിയോടുകൂടി രാഹുൽ ഇരിക്കുന്ന വാഹനം
രാഹുൽ ഈ വാഹനത്തിലാണെന്നും പറഞ്ഞ് ഓടി ഒരു ജീപ്പിന്റെ അടുക്കലോട്ട് ചെന്നു. കണ്ടല്ലോ, അവിടെ ചെന്നപ്പോൾ രാഹുൽ അതിനകത്തില്ല. രാഹുൽ ചിരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഉടനെ അവിടെ ഇല്ല. രാഹുൽ പുറകെ വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ ചിരിച്ചോണ്ടത് ആ കാറിനകത്ത് ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് ചെന്നതാ അങ്ങോട്ട്. പുറകെ വരുന്നുണ്ട്, ബാക്കി നിങ്ങൾ കാണേ. രാഹുൽ ഇരിക്കുന്ന ഗ്ലാസിന് പുറത്ത് അതിന്റെ ചങ്ങലകളിൽ അടിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുമ്പോൾ രാഹുൽ ചിരിയോടുകൂടി അതിനെ നോക്കിക്കാണുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും രാഹുലിന്റെ വാഹനമാണ് മുന്നിൽ പോകുന്നത്. വെള്ള നിറത്തിലുള്ള ബസ്സിലാണ് രാഹുൽ ഉള്ളത്. പിന്നാലെ വേറെയും വാഹനങ്ങൾ ഉണ്ട്. എന്തായാലും കനത്ത പ്രതിഷേധം ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിനോദയാത്രയൊക്കെ പോകുന്നത് പോലെയുള്ള ഒരു ഭാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് കാണാനാവുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റിപ്പോർട്ട് ചെയ്ത ചേട്ടനോടാണ്. ചേട്ടാ, ചങ്ങല എവിടെ ചേട്ടാ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ചങ്ങല എവിടെ? ചങ്ങല പുറത്തുള്ള ചങ്ങലയിലെങ്ങാണ്ട് ആരാണ്ടോ അടിച്ചെന്ന്. എവിടെ ചങ്ങല? പുറത്തെ മറ്റേ ഗ്രില്ലിനാണോ ചേട്ടൻ പറയുന്നത് ചങ്ങല എന്ന്? നല്ല സൂപ്പർ മാധ്യമ പ്രവർത്തകൻ. പിന്നെ പുള്ളിയുടെ ചിരിയാണ് ഇനി എല്ലാവരും കൂടി അങ്ങോട്ട് വെച്ച് കീറാൻ പോകുന്നത്. അല്ല പിന്നെ പുള്ളി കരയണമായിരുന്നു? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പുള്ളി കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വാർത്ത അങ്ങനെ ആക്കത്തില്ലേ? അയ്യോ, തെറ്റ് ചെയ്ത കുറ്റബോധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കരയുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയത്തില്ലേ? ഉറപ്പായിട്ടും പറയും. വീഡിയോ കാണുന്ന തലയ്ക്ക് ബോധമുള്ള പ്രേക്ഷകരെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ. അങ്ങനെയല്ലേ ഇവർ പറയത്തുള്ളൂ. നമുക്ക് ബാക്കി കേൾക്കാം. അതെ, നിറച്ചിരിയോടുകൂടി പ്രതിഷേധക്കാരെ സ്വീകരിക്കുന്നു. ഒരു തരത്തിലുള്ള ആക്ഷേപമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വൈഷമ്യങ്ങളോ പ്രകടിപ്പിക്കാതെ യാതൊരു അഭിമാനക്ഷതവും അനുഭവപ്പെടുന്നില്ല, യാതൊരു അപമാനഭാരവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, വേദനയില്ല, മറ്റൊന്നുമില്ല. പൊതുപ്രവർത്തനത്തെയോ വ്യക്തി ജീവിതത്തെയോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബാധിച്ചതായോ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒരാൾ സന്തോഷം അഭിനയിക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ അത് നമുക്ക് പിടികിട്ടും. പക്ഷെ ഇതങ്ങനെയല്ല, യഥാർത്ഥത്തിൽ സന്തോഷിക്കുക തന്നെയാണ് എന്ന് തോന്നുന്നു. എന്ത് തരം മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല. നിറചിരിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് വാഹനത്തിൽ, അതും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് നോക്കി പ്രതിഷേധക്കാരെ നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് വാഹനത്തിൽ. പറയൂ അഭിലാൽ, എന്ത് തരം മാനസികാവസ്ഥയായിരിക്കാം ഇത്? ഭ്രാന്ത്, ഭ്രാന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയും കൂടെ പുള്ളിക്ക് എന്നും കൂടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ വിളിച്ചു കൂവ്. മാനസികാവസ്ഥയൊക്കെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നേ. പുള്ളി കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതത്തില്ലേ? പുള്ളി തെറ്റ് ചെയ്തതിന്റെ പേരിൽ പുള്ളിക്ക് സങ്കടം തോന്നി ജയിലിലേക്ക് പോകുന്ന വഴിയിൽ കരയുന്നു. ഇപ്പൊ ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രകടനക്കാരെ നോക്കി ചിരിച്ചു, അല്ലാതെ പ്രകടനക്കാരനെ നോക്കി തുപ്പണമായിരുന്നോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ മറ്റേ ഉമ്മൻചാണ്ടി സാറിനെ അതിനകത്തോട്ട് പുള്ളി ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം പറയാണ്. പുള്ളിക്കെതിരെ ഒരാളെ വന്നിട്ടുണ്ടായിരുന്നുള്ളേ, ഇവിടെ 3 എണ്ണമായി, ഇനിയും പുറകെ വരുമായിരിക്കും, നമുക്ക് അറിയാൻ പാടില്ല. അത് വേറെ കാര്യം. രാഹുൽ മോൻ അത്ര ഡീസൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാനും പാടില്ല. കോടതി പറയട്ടെ. തെളിവുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയ തെളിവുകളാണോ നമുക്ക് നോക്കാം. കോടതി പറയട്ടെ. പക്ഷെ ഇത് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കണം കേട്ടോ. ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പുതിയ ന്യൂസ് കിട്ടുമ്പോൾ ഇത് വിട്ടിട്ട് അതിൻ്റെ പുറകെ പോകരുത്. മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ മറ്റേ ചില്ല് പൊട്ടി മാറ്റിയപ്പോഴത്തേക്ക് 1.5 കോടി എന്നും പറഞ്ഞെടുത്ത ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ 2 ദിവസം പോയിട്ട് പിന്നെ ചിലപ്പോൾ 4ാമത്തെ സ്ത്രീ എത്തും. അപ്പം നേരെ അതിൻ്റെ പുറകെ പോകരുത് കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് മാധ്യമങ്ങളോടെ പറയാനുള്ളൂ. അത് എല്ലാ മാധ്യമങ്ങളൊന്നും അല്ല. ഞാൻ ഇപ്പോൾ കാണിച്ച ഈ വാർത്തയുള്ള ചാനലൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് ചാനല, അത്യാവശ്യം ഡീസൻറ്റാ. ചിലവന്മാരുണ്ട് അങ്ങ് തീർക്കണം ആ ഒരു മൂഡില്ല. എന്തിനാടേ അങ്ങനെയൊക്കെ? കോടതി പറയട്ടെ. നിങ്ങളങ്ങ് തീരുമാനിക്കാതെ. ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ആഹാ. ഇനി അടുത്തൊരു വാർത്ത. ഈ പരാതി കൊടുത്തവർക്കെതിരെ ആദ്യത്തെ നമ്മുടെ പരാതിക്കാരി വന്നപ്പോഴത്തേക്ക് അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 3ാമത്തെ ആൾ വന്നപ്പോൾ അവർക്കെതിരെ നടക്കുന്നു എന്നാണ് പറയുന്നത്. വൻ രീതിയിൽ. സത്യം പറഞ്ഞാൽ ആ സാധനം ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ ഈ പരാതി കൊടുത്ത ആളെ മോശമായിട്ടൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാനൊന്നും അത് പറയത്തില്ല, കാരണം നമുക്ക് അറിയത്തില്ല. കോടതി അത് പറയേണ്ടത്. കോടതി പറയാൻ നമുക്ക് ഈ വിഷയത്തിലൊന്നും ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഈ വാർത്ത നിങ്ങളൊന്ന് കേട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അതിക്രമം നടക്കുകയാണ് എന്നുള്ളതാണ്. കേസെടുക്കാൻ സൈബർ പോലീസിന് DGP നിർദ്ദേശം നൽകി. FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും ഉൾപ്പെടെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അരുൺകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇത് 3ാം പരാതി, ബലാത്സംഗ പരാതിയെക്കുറിച്ചാണല്ലോ അല്ലേ? കാരണം ഈ സമാനമായി മറ്റു പരാതികളിലും പരാതി നൽകിയ ആളുകൾക്കെതിരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് തന്നെയാണ് കണ്ടത്. എന്താണ് പോലീസ് നടപടി? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പേർ പരാതി നൽകാനായി മുന്നോട്ട് വന്നു എങ്കിലും ഇത്തരത്തിലുള്ള പരാതിക്കാർക്കെതിരെ തൊട്ടടുത്ത ദിവസം
കാരണം പോലീസിൽ പരാതി പറയുമ്പോൾ പോലീസ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒക്കെ രഹസ്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിലാണ് ഇവർ പരാതിയുമായി വരുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം ഈ കോടതിയിൽ ഈ വിവരങ്ങൾ നൽകും. കാരണം വെച്ചാൽ FIR നൽകും, മൊഴിപ്പകർപ്പ് നൽകും. അത് പ്രതിയുടെ അഭിഭാഷകനുമൊക്കെ നിയമാനുസൃതം നൽകേണ്ടതാണ്. അതിനൊക്കെ തൊട്ടു പിന്നാലെ ഇവർക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ അധിക്ഷേപം നടക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേർ പരാതിയുമായി വരാത്തതും പിന്നീട് പരാതി നൽകിയവർ തന്നെ ഉറച്ച് മുന്നോട്ട് പോകാൻ കൂട്ടുനിൽക്കാത്തതും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മൂന്നാമത്തെ ഒരു പരാതി ധൈര്യസമേതം വരികയും മൊഴി നൽകുകയും ഒക്കെ ചെയ്തു. എങ്കിലും ഈ കോടതിയിൽ വിവരങ്ങൾ കൈമാറിയതിൻ്റെ പിന്നാലെ വലിയ തോതിലുള്ള സൈബർ അധിക്ഷേപമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൈബർ പെട്രോളിങ്ങിൽ ശേഷം പോലീസ് പറയുന്നത്. അല്ല, ഈ പരാതിക്കാരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ എത്തുമ്പോഴാണോ അതൊക്കെ പുറത്തു വരുന്നത്, അതോ പോലീസുകാരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു? അതും കൂടെ വെക്കുന്നത് പോലീസുകാർ പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ നിന്നൊന്നും അല്ല, കോടതിയിൽ എത്തുമ്പോഴാണെന്ന്. അപ്പോൾ ഇവിടുത്തെ കോടതിക്ക് ഈ ഒന്നും സൂക്ഷിക്കാനായിട്ടുള്ള കഴിവില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? മാധ്യമങ്ങളും കൂടെ ഒന്ന് ഉത്തരം പറയണേ. നമ്മുടെ ഒരു സംശയമാണ്. അല്ല, നമ്മൾ നാളെ ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സ്ത്രീ നാളെ ഒരു പരാതിയും കൊണ്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എല്ലായിടത്തും എടുത്തു വെച്ചങ്ങ് നാറ്റിച്ചു കൊടുക്കുമോ? അല്ല, നിങ്ങൾ തന്നെ പറയണം. എനിക്കറിയത്തില്ല, ഞാനെങ്ങും കണ്ടിട്ടില്ല. ഇത് ആരാണെന്നോ അവരുടെ പേരോ ഫോട്ടോയോ ഞാനെങ്ങും കണ്ടിട്ടില്ല. ഈ മാധ്യമങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഒരു ന്യൂസ് പുറത്ത് വിട്ടത്. അപ്പം നിങ്ങൾ തന്നെ പറയണം ഇവിടെ ആരാണ് ഇത് പുറത്ത് വിട്ടതെന്നുള്ളത്. പോലീസുകാർ പറയുന്നു ഇത് നമുക്കൊന്നും അറിയാൻ പാടില്ല, ഞങ്ങൾ ഭയങ്കര ഹൈഡ് ചെയ്തിട്ടായിരുന്നു. കോടതി ചെന്നപ്പോഴാണോ പോയത്? ഉത്തരം എന്താ? ജനങ്ങൾക്ക് ഉത്തരം തരണം. അത് പോലീസിൻ്റെയും ഇവിടുത്തെ കോടതിയിലെയും ഉത്തരവാദിത്തമല്ലേ? അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾ ചെയ്യ്. അല്ലാതെ ഇപ്പം ഇത് പറഞ്ഞിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് ഇത് മറന്നു പോയിട്ട് പുതിയ വാർത്തയുടെ പുറകെ പോവാതെ അതും കൂടെയൊക്കെ ഒന്ന് ചെയ്യും. ഞാൻ ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? വീഡിയോ കാണുന്ന 10 പേരാണെങ്കിലും ശരി, 5 പേരാണെങ്കിലും ശരി, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. നമുക്കിനി അടുത്തൊരു വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി വന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ചില വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ മാധ്യമങ്ങളെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ്, 1 മാസം മുമ്പ് വരെ CPM-ലായിരുന്നു, ഇപ്പം നേരെ മറുകണ്ഠം ചാടിയ ഒരു ചേച്ചിയാണ്. ചേച്ചി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചില വീഡിയോകൾ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ, മാന്യരായിട്ടുള്ള മാധ്യമങ്ങളും ഉണ്ട്, ചിലവർ അവർ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ ലേഡി പറഞ്ഞിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. ആദ്യമേ ഈ ഒരു ചാനലിൽ വന്ന ഈ ഒരു ക്ലിപ്പ് കാണുക, അതിനുശേഷം അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഫസ്റ്റ് ഇതൊന്ന് കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് ലൈവിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ പിന്തുണ അറിയിച്ചത്. അവനൊപ്പമാണ് എന്നും ആരോപണങ്ങൾ നേരിടാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ എന്നും ശ്രീനാദേവി പറഞ്ഞു. അതുകൊണ്ട് ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം. അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ റൈറ്റ് നൗ. എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം. അപ്പൊ ആ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ, അദ്ദേഹത്തിനൊപ്പമുണ്ട്, പിന്നെ സത്യത്തിനൊപ്പവും. പിന്നെ മൂന്നാമത് ഇപ്പോൾ വന്നൊരു പരാതി, അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാം. അതിന് മുമ്പ് ആ ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതിലവർ പറയുന്നത് അതിജീവിതനൊപ്പമാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അവരങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ലൈവിൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം സെയിം വീഡിയോയിൽ തന്നെ ഇവർ പറയുന്നുണ്ട് ഞാൻ അതിജീവിതനൊപ്പം, 2 പേരുടെ ഒപ്പമല്ല, അതായത് ആ പെൺകുട്ടിക്കും ഒപ്പമല്ല ഇയാൾക്കും ഒപ്പമല്ല എന്നും ആ ലേഡി പറയുന്നുണ്ട്. ഞാൻ കേൾപ്പിക്കാം. മാധ്യമങ്ങൾ അതെന്താ പുറത്തേക്ക് വിടാത്ത എല്ലാ ചാനലും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം മെയിനായിട്ട് പുറത്ത് വിട്ടിരിക്കുന്നത് അവർ രാഹുലിന് സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ മാത്രമാണ്. അത് മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ ചേച്ചി പലത് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു വീഡിയോയിൽ തന്നെ പല സമയത്ത് പലതാണ് പറയുന്നത്. ഒന്ന് പറയുന്നു ഞാൻ അയാളുടെ കൂടെ, പിന്നെ പറയുന്നു ഞാൻ ആരുടെയും കൂടെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി ഇറങ്ങിയത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇച്ചിരി റീച്ച്, തെറി വിളിച്ചാണെങ്കിലും കുറച്ച് റീച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ലേ? ഇതങ്ങനെ ഇല്ല. എന്താണെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾ കേട്ടോ, എന്നിട്ട് അവർ പറയുന്നത് ഞാൻ കേൾപ്പിക്കാം. തനിക്കെതിരെ സ്ത്രീവിരുദ്ധ നീക്കങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് CPI വിട്ട് കോൺഗ്രസിലേക്ക് വന്നയാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അപ്പോൾ ഇപ്പോൾ രാഹുലിന് നൽകുന്ന ഈ അകമഴിഞ്ഞ പിന്തുണയുടെ പിന്നിൽ എന്താണ്? മിട്ടു, വിചിത്രമായ ചില നിലപാടുകളാണ്. ഈ കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ സ്വീകരിച്ച നിലപാടുകളെ അപ്പാടെ തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് വാദങ്ങൾ അപ്രസക്തമാക്കുന്നതോ ആണ് കോൺഗ്രസിലേക്ക് 1.5 മാസം മുൻപെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മ. CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശ്രീനാദേവി കുഞ്ഞമ്മ എടുക്കുന്ന നിലപാട് ഒരുപക്ഷെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ഒരു അഭിപ്രായം പറയുമ്പോൾ താൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയാണെന്നും താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണെന്നുമുള്ള ബോധമില്ലാതെയുള്ള ഒരു പരാമർശം പിന്തുണയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നമുക്കത് അതെന്താ അങ്ങനെ പറയുന്നേ?
അവർ ജനപ്രതിനിധിയാണ്, അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ മൊത്തത്തിൽ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുവാണെന്നേ ഉള്ളൂ. അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം, ചേച്ചി സ്ത്രീവിരുദ്ധത വന്നെന്നും പറഞ്ഞ് അവിടുന്ന് ചാടി ഇപ്പുറത്തോട്ട് ചാടിയ ടീമാകട്ടോ, അത് വേറെ കാര്യം. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ പരിപാടി. പൊന്നു ചേച്ചി റീച്ചിന് വേണ്ടി തന്നെ കൺഫേം ഉറപ്പിക്കാം, അതല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും സീനാദേവി കുഞ്ഞമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരന്തവും ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങളിതൊന്ന് കേൾക്കുന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ അവൾക്കൊപ്പമോ അവനൊപ്പമോ അല്ല, സത്യത്തിനൊപ്പമാണ്. സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. സോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾക്കൊപ്പം അവനൊപ്പം എന്നുള്ള പ്രയോഗങ്ങൾക്കല്ല, മറിച്ച് സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള വാക്കിനാണ് ശരി. തീർച്ചയായിട്ടും അതിജീവിതയ്ക്കും ഇര അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുക, അല്ലാതെ ഇപ്പൊ വേറെ ആർക്കൊപ്പം നിൽക്കുക. പക്ഷെ നമ്മൾ ഈ ഇര എന്നുള്ള പ്രയോഗം ഒഴിവാക്കണം തോന്നുന്നു. ഒരു സ്ത്രീയെ നമ്മൾ ഇര എന്ന് പറയാൻ പാടുണ്ടോ? ഇരയും വേട്ടക്കാരനും നമ്മൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതല്ലാതെ നമ്മുടെ ലീഗൽ ലാംഗ്വേജ് ഇതാണോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇരയും ഇര, വേട്ടക്കാരൻ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇര എന്നുള്ള പദം ഒഴിവാക്കുക. അതൊക്കെ അത്ര സുഖമുള്ള പദങ്ങളല്ല. അതിജീവിത കുറച്ച് വളരെ അന്തസ്സോടെ വളരെ അഭിമാനത്തോടുകൂടി ഉപയോഗിക്കാവുന്ന ഒരു പദം തന്നെയാണ് അതിജീവിത. ഇര എന്നുള്ള പദത്തോട് വ്യക്തിപരമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. വളരെ അഭിമാനത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന പദം അതിജീവിത അല്ലേ? ഇര എന്നും വേട്ടക്കാരനെന്നും പറയരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇര എന്നും പറയരുതെന്ന്, വേട്ടക്കാരനെന്നും പറയരുത്, ഈ അതിജീവിത എന്നും പറയരുത്. അറ്റ് ദ മൊമെന്റ് ഈ ഒരു കേസ് കംപ്ലീറ്റ് ചെയ്ത് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയുമ്പോൾ ആ പെൺകുട്ടി ഒരു അതിജീവിതയായിട്ട് മാറും. ഇരയല്ല, അപ്പോൾ അതിജീവിതയായിട്ട് മാറും. അപ്പം നമുക്ക് പറയാം അതിജീവിത എന്ന്. അപ്പം ഇയാളെ വേണമെങ്കിൽ വേട്ടക്കാരൻ നിങ്ങൾ വിളിച്ചോ. അതല്ലാതെ ഈ കേസ് നടക്കുന്ന സമയത്ത് ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം ഈ കേസ് ചിലപ്പം ഇയാൾ നിരപരാധിയാണെങ്കിലോ, അപ്പം അത്രയും നാൾ ഇയാളെ വേട്ടക്കാരൻ വിളിച്ചോണ്ടിരുന്നത് ശരിക്കും അയാളാണോ വേട്ടക്കാരൻ? അല്ല, അപ്പുറം നിൽക്കുന്ന ആളാവത്തില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ഒരു പേരിട്ടങ്ങ് വിളിക്കണ്ട. പിടികിട്ടിയോ? കേസ് കൊടുത്താൽ കേസിലെ പ്രതി, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, ചേച്ചി ഇപ്പോൾ പറയുന്നത് കേട്ടല്ലോ. ഞാൻ ആരുടെ ഒപ്പം ഇല്ല, ഞാൻ സത്യത്തിനൊപ്പം നിന്നാൽ മതി. ഞാൻ സത്യത്തിനൊപ്പമാണ്, തെളിയട്ടെ, അപ്പം നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ തന്നെയല്ലേ നേരത്തെ പറയുന്നത് ഞാൻ അതിജീവിതനൊപ്പഴോ ഒന്ന്. എന്താ പ്രശ്നം? എന്താ കുഞ്ഞിൻ്റെ? കുറച്ചുകൂടെ കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയണം. കോടതി പറയാതെ നമുക്ക് കുറ്റക്കാരനാണെന്ന് വിധി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെയാണെന്ന് പറയാനാണ് ആഗ്രഹം. അതിജീവിതൻ ആണ് ഇപ്പോഴും. അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ. അദ്ദേഹത്തിനൊപ്പമുണ്ട്, പിന്നെ സത്യത്തിനൊപ്പവും. അത് അവൾക്കൊപ്പമാണോ അവനൊപ്പമാണോ എന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി തീരുമാനിക്കട്ടെ. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ ചേച്ചി, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ. ഞാൻ അതിജീവിതനൊപ്പം, എന്നാൽ ഞാൻ സത്യത്തിനൊപ്പമാണ്, തെളിയട്ടെ. അപ്പൊ പിന്നെ അതിജീവിതനൊപ്പമാണ് നമ്മൾ ഇപ്പോഴെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ സത്യത്തിനൊപ്പം, തെളിയട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ അവനൊപ്പമാണോ അവൾക്കൊപ്പമാണോ എന്ന് ഞാൻ പറയാം. അങ്ങനല്ലേ പറയേണ്ടത്? ഇതിപ്പോ ചേച്ചി പറയുന്നത് മൊത്തത്തിൽ കൺഫ്യൂഷനായി. അതായത് സത്യം എന്ന് പറയുന്നത് അയാൾ പാവപ്പെട്ടവൻ, ആ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? ചാനലുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല, ആ രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. തെളിയട്ടെ, തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. അവൻ തെറ്റുകാരനാണെങ്കിൽ കല്ലുവലിച്ചറിയാം, ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അയാളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ആളുകൾ വരും, എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നാൽ മതി. കാരണം രാഷ്ട്രീയമാണേ, നമുക്കൊരു പരിധി കൂടുതൽ അങ്ങോട്ട് ഇപ്പം താല്പര്യമില്ല. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് വേറെ ചില ഉടായ്പകൾ രക്ഷപ്പെടുന്നുണ്ട്. അതുമാത്രം കാണുമ്പോൾ നമുക്കൊരു ഇവനൊക്കെ ഒരുത്തനെ വെച്ചിട്ട് മറ്റവനൊക്കെ രക്ഷപ്പെടുന്നു, ആ ഒരു സാധനം നമുക്ക് കൊള്ളുന്നുണ്ട്. അത് വേറെ കാര്യം. ഇല്ലെങ്കിൽ ആ കേസുകളുമൊക്കെ ഇതിനെക്കാട്ടിലും മുമ്പ് തെളിയണം. കോടികൾ കട്ടതും ശബരിമലയും എല്ലാം, അതെല്ലാം കഴിഞ്ഞിട്ട് ഇതും തെളിയട്ടെ. ഇപ്പം കുറ്റക്കാരനാണെങ്കിൽ ഞാനുണ്ട് ഫ്രണ്ടി, അല്ലാട്ടാട്ടാ നമുക്ക്. അതല്ലേ ശരി? അല്ലാതെ വെറുതെ ഒരുത്തനെ നമ്മളത് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.